നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. അത് കണ്ണൂരിൽ നിന്നാണ്. അതിനു മുൻപ് കമ്മ്യൂണിസത്തെക്കുറിച്ച് ഒരല്പം. കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും രക്ഷപ്പെട്ട ചരിത്രം ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാളും ത്രിപുരയും. പശ്ചിമ ബംഗാളിൽ 33 കൊല്ലമാണ് CPM ഭരിച്ചത്. ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബാസുവും മാറി 33 കൊല്ലം ഭരിച്ചാണ് ഈ പശ്ചിമ ബംഗാളിനെ നശിപ്പിച്ചത്. അതിൻ്റെ ഫലം നമ്മളിവിടെ കാണുന്നുണ്ട്. ഹോട്ടലുകളിലും മറ്റും പണിയെടുക്കുന്ന ബംഗാളികൾ അവരൊക്കെ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഇരകളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി രാജ്യത്ത് ആകെ അവശേഷിക്കുന്നത് കേരളത്തിലാണ്. 33 കൊല്ലം ജ്യോതി ബാസുവിനും ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും വേണ്ടി വന്നു ബംഗാളിൽ കമ്മ്യൂണിസത്തെ തകർക്കാനെങ്കിൽ കേരളത്തിൽ പിണറായി വിജയന് 10 കൊല്ലം തികച്ചു വേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനിതൊരു മുന്നോടിയായി പറഞ്ഞതാണ്. പറയാൻ തുടങ്ങിയത് പാർട്ടിയുടെ ഫണ്ട് വെട്ടിപ്പ് വെളിപ്പെടുത്തിയ കണ്ണൂരിലെ പഴയ സഖാവ്, ഏകദേശം 50 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സഖാവ് വി കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിനെ കുറിച്ചാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യാതിരിക്കാനായി പഠിച്ച പണി 18 നോക്കി ഈ CPM. പക്ഷേ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കൊണ്ടുവന്ന് പോലീസിൻ്റെ പ്രൊട്ടക്ഷനിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്തു. പാർട്ടിയുടെ വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ട് പാർട്ടി കോട്ടയായ കണ്ണൂരിലെ പയ്യന്നൂരിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ പുസ്തക പ്രകാശനം നടക്കുന്ന ഗാന്ധി പാർക്കിൽ തടിച്ചുകൂടിയത് എന്നറിയുമ്പോഴാണ് കമ്മ്യൂണിസത്തെ കണ്ണൂരിലെ സഖാക്കൾ തന്നെ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെറുക്കുന്നു എന്ന് മാത്രമല്ല, പാർട്ടി ഒരിക്കലും തിരുത്തപ്പെടാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു എന്ന് അവർ വേദനയോടെ പലരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ പാർട്ടി വിലക്കിയിട്ട് പോലും ഈ കുഞ്ഞികൃഷ്ണൻ്റെ ഈ പരിപാടിയിൽ ഇത്രയധികം പൊതുജന പങ്കാളിത്തമുണ്ടായത്. ഇതിന് മുമ്പ് ഗോവിന്ദൻ്റെ ഒരു യാത്ര നടക്കുന്നുണ്ട്. ആ യാത്രകളിൽ നമുക്കറിയാം പലയിടങ്ങളിലും ഒഴിഞ്ഞ കസേരകളാണ് കാണപ്പെടുന്നത്. അതായത് ഈ വിഡ്ഢിത്തം, ഗോവിന്ദൻ്റെയൊക്കെ വിഡ്ഢിത്തം കേൾക്കാനായി ചെന്നിരിക്കാൻ പോലും അടിയുറച്ച സഖാക്കൾ പോലും തയ്യാറല്ല എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. ഇന്നലെ കുഞ്ഞികൃഷ്ണൻ 2500-ഓളം പുസ്തകങ്ങളാണ്, പ്രിൻ്റാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത്രയും കോപ്പികളും 2500 കോപ്പികളും ഇന്നലെ വിറ്റുപോയി. ആവശ്യക്കാർക്കൊന്നും ഇത് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഇപ്പോഴും പാർട്ടിക്ക് ഒരിക്കലും ഇനി തിരുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ എം വി ഗോവിന്ദനൊക്കെ ഇപ്പോൾ വളരെ അസ്വസ്ഥനാണ്. അയാളൊക്കെ ഒരു ശാന്ത സ്വഭാവിയാണ്. പറയുന്നത് വിഡ്ഢിത്തമാണെങ്കിലും ഒരു ശാന്ത സ്വഭാവത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരാളാണ് ഈ എം വി ഗോവിന്ദൻ. പക്ഷേ ഈ ഫണ്ട് വെട്ടിപ്പ് വിഷയം പുറത്ത് വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ അസഹിഷ്ണുതയോടെ, അസംതൃപ്തിയോടെ, പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് എം വി ഗോവിന്ദൻ മറുപടി പറയുന്നത്. അതായത് നടന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അത് പാർട്ടിയിൽ നിന്ന് തന്നെ വിശ്വാസ്യതയുള്ള ഒരാൾ ഇത് പുറത്തു പറഞ്ഞപ്പോൾ ജനങ്ങൾക്കും സഖാക്കൾക്കും ഇത് വിശ്വസിക്കാതെ തരമില്ലെന്നായി. അതുമാത്രമല്ല, ഈ ഒരു ഫണ്ട് വെട്ടിപ്പ് വിവാദം ഉയർന്നു വന്നതിന് ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കാരണങ്ങളില്ലാതെ പോയി. ആ വിശദീകരണം പോലും പാളിപ്പോയി. ആ വിശദീകരണം കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതെല്ലാം വളരെ സത്യമായിരുന്നു എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, പാർട്ടി കോട്ടയായ കണ്ണൂരിൽ പോലും പാർട്ടി തകർന്നടിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ മനോരമ പത്രത്തിലുമൊക്കെ ഈ പാർട്ടി ഗ്രാമങ്ങളെക്കുറിച്ചും അവിടെ ജീവിക്കേണ്ടി വരുന്ന, പാർട്ടിയുടെ വിലക്കിന് ഇരയായി ജീവിക്കേണ്ടി വരുന്ന അവിടുത്തെ മനുഷ്യരെക്കുറിച്ചുമൊക്കെ വായിച്ച് നമ്മൾ ഭീതിയോടുകൂടി വായിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തുകാരായതുകൊണ്ട് തിരുവനന്തപുരത്തും കണ്ണൂർ ഒഴികെയുള്ള മറ്റ് ജില്ലക്കാരൊക്കെ അത് വളരെ ഭയത്തോടു കൂടിയാണ് വായിച്ചത്. പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവൂ. അതായത് ഈ പാർട്ടി അറിയാതെ ഒരു ഈച്ച പോലും ത്ത കണ്ണൂരിലാണ് ഇന്നലെ ഈ കുഞ്ഞികൃഷ്ണൻ്റെ ഈ പരിപാടിയിൽ ഇത്രയധികം പേർ പങ്കെടുത്തത് എന്നുള്ളതാണ് അത് പാർട്ടി തകരുന്നതിൻ്റെ ഒരു സൂചനയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ CPMനെ സംബന്ധിച്ചിടത്തോളം CPMനെ ഒരു പാർട്ടിയായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഗുണ്ടാ സംഘം എന്നുള്ളതാണ് ഒരു CPMൻ്റെ ഇപ്പോഴത്തെ രീതി. അതായത് അഴിമതി, ശിശുപീഡനം, സ്ത്രീപീഡനം, മോഷണം, വെട്ടിപ്പ്, തട്ടിപ്പ്, കൊലപാതകം എന്ന് വേണ്ട എല്ലാ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘമായി മാത്രം ഈ CPM അധപതിച്ചിരിക്കുന്നു. അതിൽ വളരെ വേദന കൊണ്ട്, ഇതെല്ലാം കണ്ട് വളരെ വേദന തോന്നിയിട്ടാണ്. കാരണം 50 വർഷത്തോളം പ്രവർത്തിച്ച പാർട്ടി ഇത്രത്തോളം ചെളിക്കുഴിയിലേക്ക് താണുപോയല്ലോ, ഇനി ഒരിക്കലും കയറി വരാനാകാത്ത വിധം താണുപോയല്ലോ എന്നുള്ള വേദനയോടുകൂടിയാണ് വി കുഞ്ഞികൃഷ്ണൻ പുറത്തേക്കിറങ്ങി ഇത് ജനങ്ങളോടും മാധ്യമങ്ങളോടുമൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്.
പക്ഷേ എന്നിട്ട് പോലും അതിനെ തിരുത്താൻ നമ്മുടെ ഈ പാർട്ടി നേതൃത്വം തയ്യാറല്ല എന്നുള്ളതാണ്. അതിന് ഒരു കാരണം, ഇനി ഒരിക്കലും ഈ പാർട്ടി തിരുത്തപ്പെടില്ല എന്ന് നേതാക്കൾക്ക് തന്നെ അറിയാം. തിരുത്തിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം അറിയാം. എങ്ങനെ തിരുത്താനാണ്? ആകെയുള്ളത് കുറേ ഗുണ്ടകളെ പോലെയുള്ള കുറേ അണികളാണ്, ആശ്രിതരാണ്. ഈ ആശ്രിതരെന്ന് പറഞ്ഞാൽ പാർട്ടി കൊടുത്തിരിക്കുന്ന എല്ലിൻ കഷ്ണം, എന്തെങ്കിലും സ്ഥാനങ്ങളോ ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെയുള്ള സ്ഥാനങ്ങളും അതുപോലെ ചെറിയ ചെറിയ ജോലികളും ഒക്കെ നിലനിർത്താൻ വേണ്ടി ഈ പറയുന്ന നേതാക്കളെ കണ്ണടച്ച് ന്യായീകരിക്കുന്ന കുറേ അടിമ കമ്മികൾ മാത്രമാണ് ഇന്ന് പാർട്ടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം എന്താണെന്ന് അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്ന കമ്മ്യൂണിസം ഇൻകുലാബ് ചിന്താവ, പിണറായി വിജയൻ ചിന്താവ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവർ എന്തിനും ന്യായീകരിക്കും, ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണൻ ഈ വിഷയം ഉയർത്തിയപ്പോൾ ഈ MLA, അതായത് ഫണ്ട് വെട്ടിച്ച MLA മധുസൂദനനെ എതിരെ നടപടി എടുത്താൽ മാത്രം മതിയായിരുന്നു. അവിടെ ഇത്രയും കാര്യങ്ങൾ വഷളായില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി നടപടി എടുക്കാത്തത്? കാരണം പാർട്ടിയിലെ എല്ലാ നേതാക്കൾക്കും മധുസൂദനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അത് ദോഷം ചെയ്യും. മധുസൂദനൻ പല കാര്യങ്ങളും മറ്റ് നേതാക്കളെക്കുറിച്ച് വിളിച്ച് പറയേണ്ടി വരും, ആ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്ന് ഭയന്നത് കൊണ്ട് തന്നെയാണ്. അതുതന്നെയാണ് ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ ഇപ്പോഴും അകത്ത് കിടക്കുന്ന പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്. ഇത്രയും ഒരു പ്രമാദമായൊരു സ്വർണ്ണക്കൊള്ള കേസിൽ അയാൾ ഏകദേശം 2.5-3 മാസത്തോളമായി അയാൾ ജയിലിനുള്ളിൽ കഴിയുകയാണ്. അപ്പോഴും അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നേതാക്കൾ തയ്യാറല്ല. അങ്ങനെ തയ്യാറായാൽ പത്മകുമാർ പറഞ്ഞ പല ദൈവതുല്യരെയും പേര് വെളിപ്പെടുത്തുമെന്നുള്ള ഭയം CPM വല്ലാതെ വേട്ടയാടുന്നുണ്ട്, ഈ നേതാക്കളെ വേട്ടയാടുന്നുണ്ട്. അത് ആ ഒരു ഭയം കൊണ്ടാണ് അവരിതൊന്നും ഈ പത്മകുമാറിനെ പുറത്താക്കാൻ ഇപ്പോഴും മടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മധുസൂദനൻ്റെ കാര്യവും. മധുസൂദനെ പുറത്താക്കാത്തത്, മധുസൂദനൻ പല കാര്യങ്ങളും പറയും, ഏതൊക്കെ നേതാക്കളാണ്, ആരൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരക്കാരെയൊന്നും പിണക്കാൻ പാർട്ടിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ മധുസൂദനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. എന്തായാലും കമ്മ്യൂണിസം കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി CPM സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധികളാണ് അടിക്കടി നേരിടുന്നത്. ഒരു പ്രശ്നമുണ്ടായി, അത് പരിഹരിക്കാൻ കഴിയില്ല, അതിനെ ന്യായീകരിച്ച് വരുമ്പോഴേക്കും അടുത്ത വിഷയമുണ്ടാകും. അങ്ങനെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വളരെ ദയനീയമായ അവസ്ഥയിലാണ് CPM പോക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. PB അൻവർ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം അത് വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചു. PB അൻവറിനെ ഒതുക്കി, അതൊക്കെ ഒരുവിധം കെട്ടടങ്ങി അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന വേളയിലാണ് കുഞ്ഞികൃഷ്ണൻ്റെ ഈ ഒരു നീക്കം. അത് പാർട്ടിയെ തകർത്തെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. അത് കണ്ണൂരിൽ നിന്നാകുമ്പോൾ പാർട്ടി എത്രത്തോളം അധപതിച്ചു, അത് തിരുവനന്തപുരത്തോ കൊല്ലത്തോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ആഘാതം ഉണ്ടാകുമായിരുന്നില്ല പാർട്ടിക്ക്. പക്ഷേ ഇത് പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിൽ തന്നെ ഇത്തരമൊരു നീക്കം നടക്കുമ്പോൾ, ഇത്രയും ജനപങ്കാളിത്തത്തോടു കൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളുടെ പരിപാടി നടക്കുമ്പോൾ അത് പാർട്ടിക്ക് തിരിച്ചടി തന്നെയാണ്. അത് മാത്രമല്ല, ഈ CPM സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം, പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ പാർട്ടിയെ ഇതുവരെ എത്തിക്കാനായി കഷ്ടപ്പെട്ട നേതാക്കളെയൊന്നും വേണ്ട. അവർ ഒരു പരിധി കഴിഞ്ഞാൽ ഈ നേതാക്കളെയൊക്കെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു രീതിയാണ് നമ്മളെപ്പോഴും കണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് VS അച്യുതാനന്ദൻ, ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ, TP ചന്ദ്രശേഖരൻ, അങ്ങനെ നിരവധി സഖാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇനി ആകെയുള്ളത് ഈ പറയുന്നത് പോലെ ഗോവിന്ദനും വിജയനും അതുപോലെയുള്ള കൊടിസുനിയും അങ്ങനെയുള്ള കുറേ ആൾക്കാർ മാത്രമാണ് ഈ പാർട്ടിയിലുള്ളത്. എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPM എന്ന പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നുള്ള കാര്യം ഇന്നലത്തെ ആ ഒരു കുഞ്ഞികൃഷ്ണൻ്റെ ആ ഒരു പരിപാടിയുടെ ജനപങ്കാളിത്തത്തോടു കൂടി ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു.